അങ്ങനെ ഈ സോന അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വരുൺ എന്തായാലും ആൻ്റണിയുടെ കയ്യിൽ അങ്ങ് എന്തായാലും തീരുമാനമായിട്ടുണ്ടാവും എന്നൊക്കെ അങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന സമയത്താണ് ഈ വരുൺ ആൻ്റണിയെ കൊണ്ട് പുറത്തേക്ക് അങ്ങ് അവൻ്റെ ക്യാബിനിൽ നിന്ന് അങ്ങ് ഇറങ്ങി വരുന്നത്. ആ സമയത്ത് ഇവർ നല്ല ഫ്രണ്ട്ലി ആയിട്ടും ആൻ്റണി ഭയങ്കര കൂളായിട്ടും നിൽക്കുന്നത് കണ്ടിട്ട് സോന ഒന്നങ്ങ് ഞെട്ടുന്നൊക്കെ ഉണ്ട്. അപ്പം നേരെ ഇവർ രണ്ടുപേരും അങ്ങ് കൈ കൊടുത്ത് അങ്ങ് വരുന്നത് കണ്ടപ്പോൾ സോനക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. ഇയാളെയും ഈ വരുൺ അങ്ങ് ഈസിയായി ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം എന്തായാലും സോനക്ക് അങ്ങ് മനസ്സിലാവുകയാണ്. അപ്പം തന്നെ സോന അവിടെ നിന്ന് അങ്ങ് പോകാൻ നിൽക്കുന്ന സമയത്ത് വരുൺ അങ്ങ് വിളിക്കുന്നുണ്ട്. മേഡം ഒന്ന് അവിടെ നിൽക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സോനിനെ അവിടെ പിന്നെ പിടിച്ചങ്ങ് നിർത്തുകയാണ്. അപ്പോൾ ഈ ആൻ്റണി നേരെ വന്നിട്ട് ഈ സോനിനോട് പറയുന്നുണ്ട്, മേഡം നിങ്ങളുടെ കമ്പനിക്ക് എതിരെ ഞാൻ കൊടുത്ത എല്ലാ കേസുകളും ഞാൻ പിൻവലിക്കുകയാണ് എന്നുള്ള കാര്യം അങ്ങ് പറയാണ്. അപ്പം ബാക്കിയുള്ള സ്റ്റാഫുകൾ എല്ലാവരും കൂടി നിൽക്കുന്ന സമയത്ത് ഇവൻ ഇങ്ങനെ ഒരു രീതിയിൽ സംസാരിക്കുന്നത് കേട്ട് എല്ലാവരും ആദ്യം ഒന്ന് ഞെട്ടുകയാണ്. ആ സമയത്ത് ഈ ആൻ്റണി പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ കമ്പനിക്ക് അത് എത്രമാത്രം ബാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഈ വരുണ് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇവനെ പോലെയുള്ള ഒരു മാനേജർ ആയിരുന്നു നിങ്ങൾക്ക് വേണ്ടത്. ഇവനെ പോലെയുള്ള നല്ല കാര്യപ്രാപ്തിയും എങ്ങനെ ഒരാളോട് പെരുമാറണം എന്നുള്ള കാര്യങ്ങളും എല്ലാം നന്നായിട്ട് അറിയുന്ന ഒരാൾ തന്നെയാണ് വരുണ്. അവന് എത്രമാത്രം കാര്യങ്ങളാണ് എനിക്ക് പറഞ്ഞു തന്നത്, എത്രമാത്രം ഈ കമ്പനി അത് എഫക്റ്റ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ വരുൺ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്ന്. അപ്പോഴാണ് എനിക്കിതിന് ഇങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യത്തെക്കുറിച്ചൊരു ധാരണ വന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കേസ് പിൻവലിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം ആൻ്റണി അങ്ങ് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ആദ്യം ഞാൻ ഇങ്ങോട്ട് കയറി വന്ന സമയത്ത് ഇങ്ങനെ ഒരു മാനേജർ ഇവിടെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കംപ്ലൈൻറ്റ് പോലും കൊടുക്കില്ലായിരുന്നു. നമ്മൾ തമ്മിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ലായിരുന്നു. ഇവനെ അത്രമാത്രം എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തന്നിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഇനി ഞാനൊരു പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടാക്കില്ല എന്നൊക്കെ ആൻ്റണി അങ്ങ് ഈ സോനോട് പറയാണ്. അപ്പോൾ ഇത് കേട്ട സമയത്ത് ബാക്കിയുള്ള സ്റ്റാഫുകളൊക്കെ ഭയങ്കരമായിട്ട് അങ്ങ് സന്തോഷിക്കുന്നുണ്ട്. പക്ഷേ സോനക്ക് ഭയങ്കര ദേഷ്യം ഈ വരുണിനോടുള്ള ഒരു പകയൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഈ സമയത്ത് ഈ ആൻ്റണി വരുണിനോട് പറയുന്നുണ്ട്, വരുൺ എന്തായാലും ഞാൻ പോവുകയാണ്, നമുക്ക് വീണ്ടും കാണണം കേട്ടോ എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായ ഷെയ്ക്ക് ഹാൻഡൊക്കെ കൊടുത്ത് ഈ ആൻ്റണി അങ്ങ് പോവുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ സോനക്ക് പിന്നെ ഭയങ്കര ദേഷ്യം കൊണ്ട് അവളുടെ ക്യാബിനിലേക്ക് അങ്ങ് ദേഷ്യപ്പെട്ട് അങ്ങ് പോകുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ സോനയുടെ അസിസ്റ്റൻ്റ് ആയിട്ടുണ്ടായിരുന്ന സ്റ്റാഫും ബാക്കി സ്റ്റാഫുകൾ എല്ലാവരും കൂടി ഈ വരുണിനെ അങ്ങ് കൈയടിച്ച് അങ്ങ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ദേഷ്യപ്പെട്ടിട്ടാണ് എന്തായാലും സോന അങ്ങ് കയറി പോകുന്നത്. അങ്ങനെ സ്റ്റാഫുകൾ എല്ലാവരും കൂടിയിട്ട് അങ്ങ് പിരിഞ്ഞു പോയ സമയത്ത് ഈ സോനയുടെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ആ ഒരു സ്റ്റാഫ് ഇങ്ങനെ വരുണിനോട് പറയുന്നുണ്ട്, അല്ല വരുണ് നീ എങ്ങനെ ഇയാളെ ഹാൻഡിൽ ചെയ്തു എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ വരുണ് പറയുന്നുണ്ട്, സംഭവം സർ അയാളൊരു പാവം തന്നെയാണ്. അയാളോട് എങ്ങനെ നമ്മൾ പെരുമാറിയത് എന്നുള്ള രീതിയാണ്. അയാളുടെ പ്രശ്നങ്ങൾ നമ്മൾ എന്തായാലും ശ്രദ്ധിച്ചില്ല. അതുകൊണ്ടാണ് അയാൾക്ക് ഭയങ്കര ദേഷ്യമൊക്കെ വന്നത്. അയാളുടെ പ്രശ്നങ്ങളൊക്കെ കൂളായിട്ടിരുന്ന് കേട്ടിരുന്നെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കില്ലായിരുന്നു. അങ്ങനെയാണ് ലോകത്ത് ഒരുപാട് ആളുകൾ അങ്ങ് തെറ്റിദ്ധരിക്കപ്പെടുന്നത്. നമ്മൾ ആരെയും ഒന്നും മനസ്സിലാക്കാതെ നമ്മൾ അങ്ങോട്ടങ്ങ് ട്രീറ്റ് ചെയ്യും. അപ്പോഴാണ് അവർ ഭയങ്കര പ്രശ്നക്കാരായി മാറുന്നതൊക്കെ എന്നൊക്കെ ഇങ്ങനെ വരുന്ന പറയുന്നത്. സംഭവത്തിൽ അയാളൊരു പാവമാണ് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ സ്റ്റാഫ് വരുന്നതിനെ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, നീ എന്തായാലും അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ അങ്ങ് സപ്പോർട്ട് ചെയ്യുന്നൊക്കെ ഉണ്ട്. പിന്നെയാണെങ്കിൽ ആറ്റുവാശ്ശേരിയിൽ രാത്രിയാണ്. ആ സമയത്ത് വീട്ടിലെല്ലാവരും ഉണ്ട്. ഈ വരുണുണ്ട്, രാധികയും അതുപോലെ തന്നെ ഈ മുത്തശ്ശി അച്ഛനും അമ്മയും അതുപോലെ അവരുടെ ആ ജോലിക്ക് സഹായിക്കുന്ന ആ രണ്ട് സ്ത്രീകളും എല്ലാവരും കൂടിയിട്ട് അവിടെ ഉണ്ട്. അപ്പോൾ ഈ രാധികക്ക് ഉത്രാട വിളക്ക് വെക്കുന്ന ആ ഒരു സമയമാണ്. അപ്പോൾ ഇവളിങ്ങനെ വിളക്ക് വെക്കാൻ നിൽക്കുന്ന സമയത്ത് ഈ ദേവൻ ഇങ്ങനെ പറയുന്നുണ്ട് ബാക്കിയുള്ളവരോടൊക്കെ, പണ്ട് കാലത്ത് എല്ലാ വീട്ടിലും ഉത്രാട വിളക്ക് വെച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ കാലം കഴിഞ്ഞ് പോയപ്പോൾ കുറേ വീട്ടിലൊന്നും ഈ ഒരു ആചാരം ഇല്ല. ഓരോ ആചാരങ്ങളും ആണെങ്കിൽ ഫോളോ ചെയ്യുന്ന ചിലരൊക്കെ ആണെങ്കിൽ ഉണ്ടാകും. പക്ഷേ ഇപ്പോൾ ആകെ കുറച്ച് വീടുകളിൽ മാത്രമേ ഈ ഉത്രാട വിളക്ക് വെക്കുന്നുള്ളൂ. എന്തായാലും അതൊരു നല്ല ഐശ്വര്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ മഹത്വങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഈ രാധിക ഉത്രാട വിളക്ക് അങ്ങ് വെക്കാൻ വേണ്ടി വീടിൻ്റെ മുന്നിലേക്ക് അങ്ങ് നടന്നു പോകുന്നുണ്ട്. ബാക്കിയുള്ളവരെല്ലാവരും കൂടിയിട്ട് അവളുടെ പിന്നാലെ അങ്ങ് വരുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് അവൾ ഉത്രാട വിളക്ക് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇവരിങ്ങനെ സംസാരിക്കണേ. അദ്ദേഹം പറയുന്നുണ്ട്, എന്തായാലും നമുക്കൊരു ഐശ്വര്യത്തിൻ്റെ ഒരു തുടക്കം തന്നെയാണ്. കാരണം വരുണിന് ഇപ്പോൾ ജോലി കിട്ടി, രാധികക്കാണെങ്കിൽ ഈ ഒരു സദ്യ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. അപ്പം നമുക്ക് എല്ലാ കാര്യങ്ങളിലൊക്കെ തുടക്കമാണ്, എല്ലാം നല്ല കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഐശ്വര്യത്തിൽ തന്നെ നമുക്കങ്ങ് തുടങ്ങാം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, അച്ഛാ നമുക്ക് എല്ലാവർക്കും ഓണക്കോടി കൊടുക്കണ്ടേ, അച്ഛൻ തന്നെ അങ്ങ് കൊടുക്കൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവൾ ഓണക്കോടിയുടെ ഓരോ കിറ്റ് എടുത്തിട്ട് ഈ ദേവൻ്റെ അടുത്ത് അങ്ങ് കൊടുക്കണം. അപ്പം ദേവന് എല്ലാവർക്കും ഇങ്ങനെ ആ ഒരു ഓണക്കിറ്റ് അങ്ങ് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഈ ഒരു കിറ്റ് വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഈ രണ്ട് ചേച്ചിമാർ ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ്. അപ്പോൾ ഈ ചേച്ചിമാർ ഇങ്ങനെ അവരോട് പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും കൂടിയിട്ട് നിങ്ങളുടെ എല്ലാ കാര്യത്തിനും ഞങ്ങളെയും കൂടി ഉൾപ്പെടുത്തുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം തന്നെയാണ്. എല്ലാ കാര്യത്തിനും ഞങ്ങളെയും ചേർത്ത് ഞങ്ങളെയും ഇതുപോലെ ഒരു അംഗം തന്നെ ആക്കി അങ്ങ് കണക്കാക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഈ രാധിക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒരുപാട് സഹായങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് രാധികയ്ക്ക് ഞങ്ങൾ ജീവൻ കളയാൻ വരെ തയ്യാറാണ് എന്നൊക്കെ ഇങ്ങനെ ഇവർ രണ്ടുപേരും അങ്ങ് പറയണേ. അപ്പോൾ ഈ രാധിക പറയുന്നുണ്ട്, അയ്യോ ജീവനൊന്നും കളയണ്ട, കാരണം അതൊക്കെ നമുക്ക് ആവശ്യമുള്ള സാധനമാണ്, അതൊന്നും ആർക്കും വേണ്ടി കളയണ്ട, എന്തായാലും നമുക്ക് അവിടെ കുറച്ച് പണിയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ ഈ രണ്ട് ചേച്ചിമാർ പറയുന്നുണ്ട്, എന്നാൽ ഞങ്ങൾ ആ കിച്ചണിലേക്ക് അങ്ങ് ചെല്ലട്ടെ കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അവർ പോയി കഴിഞ്ഞതിന് ശേഷം ഈ രാധിക ഭയങ്കരമായിട്ട് അങ്ങ് പെട്ടെന്ന് അങ്ങ് സങ്കടപ്പെടുകയാണ്. അപ്പോൾ ഈ ഒരു മുഖഭാവത്തിലുള്ള വ്യത്യാസം ഈ വർണ്ണന് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ വർണ്ണ പറയുന്നുണ്ട്, എന്ത് പറ്റിയിടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഒന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പം വീണ്ടും ഇവരിങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇവൾ പറയുന്നുണ്ട്, എൻ്റെ കൂടെ ഓണം ആഘോഷിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഒരാളായിരുന്നു എൻ്റെ അമ്മ, പക്ഷേ എൻ്റെ അമ്മ മാത്രം ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവളിങ്ങനെ സങ്കടം പറയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇവരും അവളെ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് എല്ലാത്തിനും ഒരു നല്ല തുടക്കം തന്നെയല്ലേ, അതുപോലെ തന്നെ എൻ്റെ അമ്മയും തിരിച്ചു വരും എന്നൊക്കെ ഇങ്ങനെ ഇവളെ ഇങ്ങനെ സമാധാനിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഈ സുകുമാരി മുത്തശ്ശിയും പ്രിയങ്കയും അവരുടെ ആ സിനിമയുടെ റിലീസാണ് അടുത്ത ദിവസം. അപ്പോൾ അവർ തലേ ദിവസത്തെ ഈ ചർച്ചകളൊക്കെയാണ്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെ കൂടെ അവരുടെ ആ ഒരു പ്രൊഡക്ഷൻ കൺട്രോളറും ആ മാനേജറും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ സുകുമാരി മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ട്, അപ്പം നാളെയാണ് നമ്മുടെ സിനിമയുടെ റിലീസ്. അപ്പോൾ ഈ റിലീസിൻ്റെ സമയത്ത് മറ്റേ ആ ഫ്ലക്സൊക്കെ വെച്ചിട്ട് ഈ പാലൊക്കെ ഒഴിക്കുന്ന ഒരു ചടങ്ങൊക്കെ ഇല്ലടോ എന്നൊക്കെ ഇങ്ങനെ ഈ സുകുമാരി മുത്തശ്ശി അവരുടെ ആ ഒരു പ്രൊഡക്ഷൻ കൺട്രോളറോട് അങ്ങ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇയാളിങ്ങനെ പറയുന്നുണ്ട്, അത് വലിയ സെലിബ്രിറ്റീസിനൊക്കെ ഇങ്ങനെ ചെയ്യുന്നതാണ് എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ സുകുമാരി മുത്തശ്ശി പറയുന്നത്, അങ്ങനെയാണെങ്കിൽ എൻ്റെ മോളിപ്പം വലിയ സെലിബ്രിറ്റി അല്ലേ, എത്ര പേർക്ക് ഇവൾ നല്ല പരിചയമുണ്ട്, എത്ര ആളുകളാണ് ഇവൾക്ക് വിളിച്ചത്, പിന്നെ ഒരുപാട് മാഗസീനിലും എല്ലാത്തിലും ഇവളെ ഫോട്ടോ ഒക്കെ വന്നതല്ലേ, അപ്പോൾ ആളുകൾക്കൊക്കെ നല്ല പരിചയമല്ലേ, ഇവളും വലിയ സെലിബ്രിറ്റി ആണല്ലോ, അപ്പോൾ ഇവളുടെയും കൂടി അത് ചെയ്യണ്ടേ, അവളുടെ ഫോട്ടോ ഒക്കെ മേലെയും ഈ പാലാഭിഷേകമൊക്കെ ചെയ്യണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, അത് പിന്നെ മാഡം, അത് നമ്മൾ ചെയ്യുന്നതല്ല, അതൊക്കെ ഫാൻസുകാർ ചെയ്യുന്നതാണ് എന്നുള്ള കാര്യം അങ്ങ് പറയാണ്. അപ്പോൾ ഈ സുകുമാരി മുത്തശ്ശി എന്ന് വിചാരിച്ച് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ചടങ്ങ് വേണം എന്നുള്ള കാര്യം ഇങ്ങനെ സുകുമാരി മുത്തശ്ശി പറയുന്ന സമയത്ത് ഈ പ്രിയങ്ക പറയുന്നുണ്ട്, മുത്തശ്ശി അതൊന്നും ഇപ്പോൾ വേണ്ട, അതിനൊക്കെ പിന്നീടാവട്ടെ എന്നൊക്കെ ഇങ്ങനെ ഇവൾ പറയാണ്. നാളെ എന്തായാലും സിനിമ റിലീസ് ചെയ്യാൻ പോവല്ലേ, ആ ഒരു സമയത്ത് എക്സൈറ്റ്മെൻറ്റാണ് എനിക്ക്, കാരണം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് നാളെ നടക്കാൻ പോകുന്നത്, അത് ഞാൻ അഭിനയിച്ചൊരു സിനിമ റിലീസാകാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പ്രിയങ്ക ഭയങ്കര എക്സൈറ്റഡ് ആവാണ്. അപ്പോൾ ഈ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, അങ്ങനെ നാളെ സിനിമ റിലീസായി കഴിഞ്ഞാൽ ഈ ലോകത്തിലുള്ള എല്ലാവരും എൻ്റെ മോളെ നല്ല പരിചയമാകും, അത്രയും ഫേമസ് ആയി മാറും ഈ പ്രിയങ്ക മോള് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഈ സുകുമാരി മുത്തശ്ശി ഇങ്ങനെ ഓരോ സ്വപ്നങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രിയങ്കയും പറയുന്നുണ്ട്, അത് ശരിയാണ്, ഞാൻ ഫേമസ് ആയി കഴിഞ്ഞാൽ എൻ്റെ അമ്മയും ഫേമസ് ആകും, എൻ്റെ മുത്തശ്ശിയല്ല ഫേമസ് ആകുക, മുത്തശ്ശിയല്ല ഈ സിനിമയുടെ ഒരു പ്രൊഡ്യൂസർ, ആ മുത്തശ്ശിയും കൂടി ഫേമസ് ആകും എന്നൊക്കെ ഇങ്ങനെ പറയുന്നൊക്കെ ഉണ്ട്. ആ സമയത്ത് സുകുമാരി മുത്തശ്ശി ഇവരോട് ഇങ്ങനെ പറയുന്നുണ്ട്, അല്ല ഇനി നാളെ സിനിമയുടെ റിലീസല്ലേ, അപ്പം നമ്മുടെ സിനിമ കാണാൻ പോകുന്ന സമയത്ത് തിരിച്ച് സിനിമ കണ്ട് ഇറങ്ങുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. കാരണം ഒരുപാട് ഫാൻസൊക്കെ ഉണ്ടാകുമ്പോൾ തിക്കും തിരക്കൊക്കെ ആയിട്ട് അവരെ നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുമോ എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ സുകുമാരി മുത്തശ്ശി ഈ ഒരു പ്രൊഡക്ഷൻ കൺട്രോളറോടും മാനേജറോടും കൂടിയിട്ട് അങ്ങ് ചോദിക്കുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ പറയുന്നുണ്ട്, മേഡം അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ നമുക്ക് നോക്കാം, പക്ഷേ ഇങ്ങനെയുള്ള ഫാൻസും ഇതുപോലെയുള്ള ഫോട്ടോ എടുക്കലും അതൊക്കെ തന്നെ അല്ലേ ഈ സിനിമയുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്, അതൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്താ സിനിമ എന്നൊക്കെ ഇങ്ങനെ ഇവരോട് അങ്ങ് തിരിച്ച് പറയുന്നുണ്ട്. കാരണം ഇത്രയും ഒരു ഫേമസ് ആകുന്നെങ്കിൽ ഫാൻസുകാർ തന്നെ വിചാരിക്കണം, അവർക്ക് തന്നെ ഈ ഫോട്ടോ എടുക്കാനും തിക്കി തിരക്കാനൊക്കെ ഉണ്ടാകുമ്പോഴല്ലേ ആ ഒരു സിനിമയ്ക്കൊരു ത്രില്ലുള്ളൂ എന്നുള്ള കാര്യമാണ് ഈ ഒരു പ്രൊഡക്ഷൻ കൺട്രോളറോട് സുകുമാരി മുത്തശ്ശിനോട് അങ്ങ് പറയുന്നത്. അപ്പോൾ സുകുമാരി മുത്തശ്ശിയും പറയുന്നുണ്ട്, അതൊക്കെ ശരിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നാളത്തെ സിനിമ റിലീസ് ചെയ്യാൻ പോകുന്ന എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആ ആശ്രമത്തിലാണ്. ആശ്രമത്തിൽ ഓണത്തിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരിങ്ങനെ ഭക്ഷണത്തിന് കാത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ശങ്കർജി ഇങ്ങനെ വന്നിട്ട് ഊർമിളനോട് ചോദിക്കുന്നുണ്ട്, അല്ല നീ ആ രാധികയ്ക്ക് വിളിച്ചിരുന്നു, അവൾ പോന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ ഊർമിള പറയുന്നുണ്ട്, ഞാൻ വിളിച്ചിരുന്നു, അവളിപ്പോൾ ഇവിടെ എത്തും എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയാണ്. അപ്പോൾ എല്ലാവരോടും കൂടിയിട്ട് എന്നാൽ നമുക്ക് പരിപാടി തുടങ്ങാനുള്ള ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ സമയത്തൊക്കെ ഈ
ശ്യാമ എന്ന് പറയുന്നത് അവിടെ റൂമിൽ അങ്ങനെ ഇരിക്കുകയാണ്. അവരിങ്ങനെ ഒറ്റയ്ക്ക് അങ്ങനെ അവിടെ അങ്ങനെ കിടന്നുകൊണ്ടിരിക്കുകയാണ്. പുറത്തേക്കൊന്നും വരുന്നൊന്നുമില്ല. അപ്പം ബാക്കിയുള്ളവരെല്ലാവരും കൂടിയിട്ട് ഓരോ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന ഓരോ തുടക്കത്തിലാണ്. അപ്പോൾ ആ ഒരു സമയത്താണ് രാധിക അങ്ങ് കയറി വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഇവൾ നേരെ ശങ്കർജിനോട് നമസ്കാരമൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങൾ കുറച്ച് ലേറ്റായ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചാൽ അവർ കുറച്ച് കുശലമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഇവരിങ്ങനെ രാധികനോട് പറയുന്നുണ്ട്, നിങ്ങളെന്തായാലും ഭക്ഷണം വിളമ്പിയിട്ട് പോകാനൊന്നും അങ്ങനെ തീരുമാനിക്കണ്ട, ഇവിടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ കൂടിയിട്ട് പോയാൽ മതി എന്നുള്ള കാര്യം രാധികനോട് ശങ്കർജി അങ്ങ് പറയാണ്. അപ്പോൾ ഇവൾ പറയുന്നുണ്ട്, ഓക്കെ അങ്ങനെ ആവട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവൾ നേരെ അകത്തേക്ക് അങ്ങ് കയറി ചെല്ലുകയാണ്. അപ്പോൾ കയറി ചെല്ലുന്ന സമയത്ത് ഊർമിളയുണ്ട് രാധികയുടെ കൂടെ. അപ്പോൾ അവളെയും കൊണ്ട് അകത്തേക്ക് കയറിയ സമയത്താണ് ഈ രാധിക ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവിടെ ഒരു കൃഷ്ണൻ്റെ ഒരു മുന്നിൽ കുറച്ച് കുട്ടികളൊക്കെ ഇങ്ങനെ ഓരോ അലങ്കാരമൊക്കെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, ഈ കൃഷ്ണനെ ഒരുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവർക്കാണെങ്കിൽ ഇത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനൊന്നും കഴിയുന്നില്ല. അപ്പോൾ രാധിക ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഈ കുട്ടികളെല്ലാവരും കൂടിയുണ്ട്, ആ മീനാക്ഷി അവളുടെ ആ ഒരു ഗ്യാങ്ങും കൂടിയിട്ട് ഇവരെ ഇങ്ങനെ കൃഷ്ണനെ ഒരുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് രാധിക അവിടെ അങ്ങ് സ്റ്റക്കാവാണ്. എന്നിട്ട് നേരെ ഇവരുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുന്ന സമയത്ത് ഊർമിള പറയുന്നുണ്ട്, അവരെ ഇന്നലെ തൊട്ട് തുടങ്ങിയതാണ് കൃഷ്ണനെ ഒരുക്കാൻ, ഇതുവരെ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ ഈ ഊർമിള അങ്ങ് പറയാണ്. അപ്പോൾ ഈ രാധിക പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരുക്കി തരാം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പം കുട്ടികളൊക്കെ പറയുന്നുണ്ട്, ചേച്ചിക്ക് അറിയുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇവള് നമുക്ക് ശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് രാധിക ആ ഒരു കൃഷ്ണനെ നല്ല രീതിയിൽ അങ്ങ് ഒരുക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് കുട്ടികളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആവാണ്. അപ്പോൾ ശങ്കർജിയും വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഇത് ആരാ ഇത്ര ഭംഗിയിൽ ഒരുക്കിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഇവളിങ്ങനെ പറയുന്നുണ്ട്, അത് ഞാനാണ് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയാണ്. അതേസമയം തന്നെ ശ്യാമ അവളുടെ റൂമിൽ അങ്ങനെ ഇരിക്കുന്നൊക്കെ ഉണ്ട്. ശങ്കർജി പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് പ്രോഗ്രാം തുടങ്ങാം, ആദ്യം അമ്പെയ്ത്താണ് എന്നങ്ങ് പറയാണ്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, അമ്പെയ്ത്തോ അതെങ്ങനെയാണ് എന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ശങ്കർജി പറയുന്നുണ്ട്, ഒരു നമുക്ക് കാണാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പുറത്തേക്ക് അങ്ങ് അവിടെയുള്ള ഒരു വരാന്തയിലേക്ക് അങ്ങ് പോവാണ്. കാരണം അവിടെ പൂക്കളം ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അമ്പെയ്ത്തോ ഈ പൂക്കളത്തിൻ്റെ നടുവിലൊരു സാധനം വെച്ചിട്ടുണ്ട്, അങ്ങോട്ട് അമ്പെയ്യുന്നതാണ് ഈ ഒരു മത്സരം എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികളെല്ലാവരും കൂടിയിട്ട് അവിടേക്ക് അങ്ങ് ഓടുന്നൊക്കെ ഉണ്ട്. ബാക്കിയുള്ള എല്ലാവരും കൂടി പോകുന്ന സമയത്ത് രാധികം കൂടി അമ്പെയ്ത്ത് കാണാൻ വേണ്ടിയിട്ട് അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഊർമിള നേരെ ഈ ഒരു ശ്യാമയുടെ അടുത്തേക്ക് അങ്ങ് പോയിട്ട് പറയുന്നുണ്ട്, അവിടെ എല്ലാവരും പ്രോഗ്രാമൊക്കെ കാണാൻ തുടങ്ങുകയാണ്, നീയും വാ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇവളങ്ങ് മടിക്കുന്നുണ്ട്, ഞാനില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവിടെ തന്നെ അങ്ങ് ചുരുണ്ടുകൂടി നിൽക്കുകയാണ്. അപ്പോൾ ഈ ഊർമിള പറയുന്നുണ്ട്, വാ നമുക്ക് പുറത്ത് പോകാം എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് ഈ ശ്യാമനെയും കൊണ്ട് ഊർമിള നേരെ അങ്ങ് പുറത്തിറങ്ങാണ്. പക്ഷേ ഇവർ മത്സരിക്കുന്നതിൻ്റെ തൊട്ട് പിറകിലായിട്ടാണ് ഈ ഒരു ശ്യാമ അങ്ങ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മത്സരം അങ്ങ് നേരിട്ട് കാണാനൊന്നും ഈ ശ്യാമ നിൽക്കുന്നില്ല, കുറച്ച് മാറിയിട്ട് മറ്റൊരിടത്ത് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് കുട്ടികളെല്ലാവരും കൂടി അമ്പെയ്ത്തൊക്കെ ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തർ അങ്ങനെ ഫെയിലാകുന്നിട്ട് അടുത്ത ആൾ കയറുന്നുണ്ട്. അങ്ങനെ ഒരു കുട്ടി അമ്പ് ചെയ്യുന്ന സമയത്ത് ഈ അമ്പ് എന്ന് പറയുന്നത് ശ്യാമയുടെ തൊട്ടരികിലെ അങ്ങ് വന്ന് വീഴാണ് ഈ അമ്പ്. അപ്പോൾ ആ സമയത്ത് ഒരു കുട്ടി ഇങ്ങനെ ഞാൻ എടുത്തു കൊണ്ടുവരാം അമ്പ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പോകുന്ന സമയത്ത് രാധിക പറയുന്നുണ്ട്, വേണ്ട ഇനി ഞാൻ എന്നെ പോയി എടുത്തോളാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഈ രാധിക അങ്ങ് കയറി ചെല്ലുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവളിങ്ങനെ അമ്പ് തിരയുന്ന സമയത്തൊക്കെ ശ്യാമ തൊട്ടരികിൽ തന്നെ ഉണ്ട്. പക്ഷേ ഈ രാധിക ശ്രദ്ധിക്കുന്ന പോലുമില്ല. അവളിങ്ങനെ അമ്പ് കിട്ടി ആ ഒരു സമയത്ത് അവളിങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടെ ഒന്ന് സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. ആ സമയത്ത് മീനാക്ഷി അങ്ങ് വിളിക്കുന്നുണ്ട്, ചേച്ചി പെട്ടെന്ന് വാ എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ ഇവളി അമ്പും കൊണ്ട് ഈ ശ്യാമയുടെ തൊട്ടരികിൽ എത്തിയിട്ടും അവൾ പരസ്പരം ഒന്നും നോക്കാതെ വേഗം തിരിച്ച് തന്നെ അങ്ങോട്ടങ്ങ് പോവുകയാണ് ആ മത്സരം നടക്കുന്ന ആ ഒരിടത്തേക്ക്. അപ്പോൾ വീണ്ടും മത്സരം അങ്ങനെ തുടങ്ങുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മത്സരങ്ങളും അതുപോലെ തന്നെ ഇനി നമുക്ക് ഈ കലം പൊട്ടിക്കുന്ന മത്സരം തുടങ്ങാം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഈ രാധിക പറയുന്നുണ്ട്, അല്ല കൃഷ്ണനില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ ശങ്കർജി പറയുന്നുണ്ട്, ഇല്ല കൃഷ്ണനില്ല എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ രാധിക പറയുന്നുണ്ട്, എന്നാൽ നമുക്ക് പെട്ടെന്ന് ഒരു കൃഷ്ണനെ ഒരുക്കിയാലോ എന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ശങ്കർജി അതെങ്ങനെ ഇത്ര സമയം ചുരുങ്ങിയ സമയത്തിൻ്റെ ഉള്ളിൽ കഴിയൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ രാധിക പറയുന്നുണ്ട്, അതൊക്കെ നമുക്ക് ശരിയാക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവൾ കുട്ടികളെല്ലാവരും കൂടിയിട്ട് അങ്ങനെ നോക്കുന്ന സമയത്ത് അവൾ മീനാക്ഷിനെ അങ്ങ് നോട്ട് ചെയ്യാണ്. എന്നിട്ട് ഈ രാധിക ഈ ശങ്കർജിനോട് പറയുന്നുണ്ട്, സർ നമുക്ക് ഇവളെ അങ്ങ് ഞാൻ കൃഷ്ണനാകട്ടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ശങ്കർജി പറയുന്നുണ്ട്, ഓക്കെ നീ ആക്കിക്കോ എന്നൊക്കെ പറയുമ്പോൾ ഇവളെയും കൂടിയിട്ട് ഇവളെ അകത്തേക്ക് അങ്ങ് കൊണ്ടുപോകുകയാണ് രാധിക ആ ഒരു മീനാക്ഷിനെയും കൊണ്ട്. എന്നിട്ട് അവൾ അകത്ത് പോയി അങ്ങ് ഒരുക്കാൻ വേണ്ടി നിൽക്കുകയാണ്.
സമയം ഈ ഊർമിള നേരെ ഈ ശ്യാമയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുന്നുണ്ട്. എന്നിട്ട് വാ നമുക്ക് പ്രോഗ്രാം കാണണ്ടേ എന്നൊക്കെ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഊർമിളനോട് ഇങ്ങനെ പറയുന്നുണ്ട്, വേണ്ട ഞാൻ അകത്ത് പോയി കിടക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ സമയത്ത് ഊർമിള നേരെ ഈ ശ്യാമനെയും കൊണ്ട് റൂമിലേക്ക് അങ്ങ് കയറി കൊണ്ടുപോകുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ രാധികയാണെങ്കിൽ ഈ ഒരു മീനാക്ഷിനെയും കൊണ്ട് ഒരുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇവർ രണ്ടുപേരും അടുത്തടുത്ത് കൂടെ അങ്ങ് പാസ് ചെയ്യുന്നുണ്ട്. പക്ഷേ പരസ്പരം വീണ്ടും അങ്ങ് കാണാതെ അങ്ങ് പോവുകയാണ്. അപ്പോൾ ഈ ശ്യാമനെ നേരെ റൂമിലേക്കും ഈ മീനാക്ഷിനെ അവൾ ഒരുക്കാനും വേണ്ടിയിട്ട് അങ്ങ് കൊണ്ടുപോകുകയാണ്. അപ്പോൾ ഇവളെ നേരെ ഇവളെ ഇങ്ങനെ നല്ല മേക്കപ്പൊക്കെ ചെയ്ത് നല്ല മനോഹരമായിട്ട് ഒരു കൃഷ്ണനാക്കി അങ്ങ് മാറ്റുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് നേരെ ഈ പരിപാടിക്ക് അങ്ങ് കൊണ്ടുപോകണേ. ഈ സമയത്തൊക്കെ ഈ ശ്യാമ അപ്പുറത്തെ റൂമിൽ അങ്ങനെ ഇരിക്കുന്നു അങ്ങനെ നിൽക്കുന്നൊക്കെ ഉണ്ട്. ആ സമയത്തൊക്കെ ശ്യാമയുടെ മൈൻഡിൽ ഇങ്ങനെ ഓരോ ഓർമ്മകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ രാധികനെ കുറിച്ചുള്ള ഓരോ ഓർമ്മകളും അവൾ മുന്നേ ഈ രാധിക ഒരുക്കിയ ഒരു കൃഷ്ണൻ്റെ രൂപം കണ്ടിരുന്നു. അപ്പം തൊട്ട് തുടങ്ങിയതാണ് ഈ ശ്യാമക്ക് അവളുടെ മൈൻഡിൽ എവിടെയോ രാധികയുടെ ഒരു രൂപം ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷെ മുഖം അത്ര വ്യക്തമല്ലെങ്കിലും അങ്ങനെ ഓരോ പഴയ ഓർമ്മകളൊക്കെ ചെറുതായിട്ട് അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഈ രാധിക ഈ കൃഷ്ണനെയും കൊണ്ട് ഈ ശങ്കർജിയുടെ അടുത്തേക്ക് അങ്ങ് പോകണം. അപ്പോൾ ശങ്കർജി പറയുന്നുണ്ട്, ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ ഇത്ര മനോഹരമായിട്ട് ഇവളെ ഒരുക്കുക എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണേ. എന്നിട്ട് വാ നമുക്ക് കലം പൊട്ടിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്നിട്ട് കലം പൊട്ടിക്കൽ മത്സരം ഇങ്ങനെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഈ കലം പൊട്ടിക്കുന്ന കാഴ്ചകളൊക്കെ എന്തായാലും ഈ ശ്യാമ പുറത്തുകൂടെ ഇങ്ങനെ ജനവാതിലിൻ്റെ പുറത്തിലൂടെ അങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ അവരെപ്പോഴും ഇങ്ങനെ വേറൊരവസ്ഥയിൽ ഇങ്ങനെ ഒരു ചുരുണ്ടുകൂടി കിടക്കണം എന്നുള്ളൊരു മൈൻഡിൽ അങ്ങനെ നിൽക്കുകയാണ് ഈ ശ്യാമ. അപ്പോൾ അവിടെ ഇങ്ങനെ ഓരോ പരിപാടികളും എല്ലാം കഴിഞ്ഞ് അവസാനം ശങ്കർജി പറയുന്നുണ്ട്, എന്തായാലും ഇന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടിയിട്ട് അവിടെ വരാന്തയിൽ വരിയായിട്ട് അങ്ങ് ഇരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടിയിട്ട് ഈ രാധികയും ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ ഭക്ഷണം വിളമ്പുന്നൊക്കെ ഉണ്ട്. അവസാനം ഈ രാധികയുടെ അമ്മ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയൊക്കെ ഉണ്ട് അവിടെ. അവരിങ്ങനെ രാധികനെ കണ്ടിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. മോള് വന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരോട് ഇങ്ങനെ സ്നേഹ സംഭാഷണത്തിലൊക്കെ ഏർപ്പെടുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഭക്ഷണം വിളമ്പി കഴിഞ്ഞതിന് ശേഷം ഈ ഊർമിള പറയുന്നുണ്ട് ശങ്കർജിനോട്, അതെ നമുക്ക് ഹേഞ്ചലിനും വേണ്ടി ഭക്ഷണം കൊണ്ടുവരണ്ടേ, അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ അവൾ വരുമെന്ന് തോന്നുന്നില്ല, നമുക്ക് അങ്ങോട്ട് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കാം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ അത് തന്നെയാണ് നല്ലത് എന്നൊക്കെ ശങ്കർജിയും പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് രാധിക ചോദിക്കുന്നുണ്ട്, എന്താ സംഭവം എന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അത് അകത്ത് ഒരു ആളും കൂടിയുണ്ട്, ഏഞ്ചൽ എന്നാണ് പേര്, അവൾക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണമാണ് കൊണ്ടുപോയി കൊടുക്കണം എന്നൊക്കെ അങ്ങനെ പറയാണ്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, അത് ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് അവൾ ആ ഭക്ഷണം വാങ്ങിയിട്ട് നേരെ റൂമിലേക്ക് അങ്ങ് പോകാൻ നിൽക്കുന്ന സമയത്ത് ഈ മീനാക്ഷി അങ്ങ് വിളിക്കുകയാണ് ഈ രാധികനെ. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം, അത് എൻ്റെ അമ്മയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇവൾ ഓക്കെ എന്നാൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് മീനാക്ഷിയുടെ അടുത്തേക്ക് അങ്ങ് കൊടുക്കുകയാണ്. അപ്പോൾ മീനാക്ഷി നേരെ ഓടിപ്പോയിട്ട് ഈ ഒരു ശ്യാമയുടെ റൂമിലെത്തിയിട്ട് അവൾക്ക് അങ്ങ് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഇതാ ഭക്ഷണമാണ് എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട്, ഇതേ ഓണസദ്യയാണ്, ഞാൻ അമ്മക്ക് വാരി തരാം എന്നൊക്കെ അങ്ങനെ പറയാണ്. അപ്പോൾ ഈ ശ്യാമ പറയുന്നുണ്ട്, അതിനെന്താ മോള് വാരി തന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഇങ്ങനെ വാരി കൊടുക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഭക്ഷണമൊക്കെ വിതരണം ചെയ്യുന്ന സമയത്ത് ഈ രാധികയുടെ അമ്മ ആയിട്ടുള്ള ആ ഒരു ചേച്ചിയും കൂടിയിട്ട് അവിടെ ഉണ്ട്, ആ ഒരു മുത്തശ്ശി. അപ്പോൾ ആ മുത്തശ്ശി ഇങ്ങനെ രാധികനോട് സങ്കടം പറയുന്നുണ്ട്, എനിക്കിപ്പം ഭയങ്കര സന്തോഷമാണ്, പക്ഷേ നമ്മുടെ ഒരു വലിയ ആഗ്രഹം തന്നെയായിരുന്നു പ്രായമായ സമയത്ത് മക്കളോടൊപ്പം ഇങ്ങനെ ഈ ഓണം ആഘോഷിക്കുന്നതോ അവരെനിക്ക് വാരി തരുന്നതോ ഒക്കെ, പക്ഷേ അതൊന്നും ഇനി ഒരിക്കലും നടക്കില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഈ സമയത്ത് രാധിക പറയുന്നുണ്ട്, ആര് പറഞ്ഞ് നടക്കില്ലെന്ന്, ഞാൻ നടത്തി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഇവിടെ ഈ ഒരു അമ്മക്കും കൂടിയിട്ട് വാരി കൊടുക്കുകയാണ്. അപ്പോൾ ഒരേ സമയം തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കൊടുക്കുന്നത് അത് അത്ര അടുത്തൊന്നും ആയിട്ട് ഇവർ രണ്ടുപേരും പരസ്പരം കണ്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കലും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ രാധിക അങ്ങ് തിരിച്ചു പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ശങ്കർജിനോട് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും തിരിച്ചു പോവുകയാണ് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞ് യാത്ര പറയാണ്. അപ്പോൾ ഈ സമയത്ത് ശങ്കർജി അവൾക്ക് പൈസയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്, ഇത് നിങ്ങൾക്കുള്ള കൂലി എന്നൊക്കെ പറഞ്ഞിട്ട്. പൈസ കൊടുക്കുന്ന സമയത്ത് തന്നെ ഇവളിങ്ങനെ ആ പൈസയിൽ നിന്ന് കുറച്ച് പൈസ തിരിച്ച് ഈ ശങ്കർജിക്കനെ കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, വൈകുന്നേരം കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കൊടുക്കുമ്പോൾ അതിൽ കൂട്ടിക്കൊള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് കൊടുക്കണം. അപ്പോൾ ശങ്കർജി ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ പുറത്തിറങ്ങാണ്. രാധിക ഇങ്ങനെ പുറത്ത് വരുന്ന സമയത്ത് ഇങ്ങനെ ഈ ശ്യാമയുടെ റൂമിന് അരികിലേക്ക് അങ്ങ് പോകുന്നൊക്കെ ഉണ്ട്. അപ്പോൾ റൂമിൻ്റെ അരികിൽ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ശ്യാമയാണെങ്കിൽ അപ്പുറത്തേക്ക് അങ്ങ് തിരിഞ്ഞ് കിടക്കുന്നുണ്ട്. അതിനടുത്ത് തന്നെ അവർ ഭക്ഷണം കഴിച്ച ആ ഒരു പ്ലേറ്റൊക്കെ ഉണ്ട്. അപ്പോൾ രാധിക ആ റൂമിൽ വന്നിട്ട് ആ ഭക്ഷണം കഴിച്ച പ്ലേറ്റൊക്കെ എടുത്തിട്ട് അവരെ അങ്ങ് നോക്കുന്ന സമയത്ത് ഇവർ തിരിഞ്ഞ് അങ്ങനെ ഉറങ്ങുകയാണ് എന്നൊക്കെ തോന്നിയിട്ട് ഈ രാധിക ശ്യാമനെ വിളിക്കാതെ, അതും അത്രയും അടുത്തായിട്ടും വിളിക്കാതെ അവൾ അങ്ങ് തിരിച്ചു പോവുകയാണ്, ഉറങ്ങിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ആ ഒരു പ്ലേറ്റും എടുത്തിട്ട്. എന്നിട്ട് പിന്നെ വീള് പുറത്തേക്ക് ഇറങ്ങി എല്ലാവരോടും യാത്ര പറയണം. അപ്പോൾ അവൾ ആ അമ്മനോടും കൂടിയിട്ട് അങ്ങ് യാത്ര പറയുന്നുണ്ട്. അപ്പോൾ അമ്മനോട് പറയുന്നുണ്ട്,
അമ്മേ ഞാൻ ഇനിയും തിരിച്ചു വരും, ഞാൻ അമ്മയുടെ അടുത്തേക്ക് ഇനിയും വരണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ ഈ അമ്മ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഈ അമ്മയുടെ അടുത്തുനിന്ന് ഇവള് നേരെ ശങ്കർജിയുടെ അടുത്തേക്കൊക്കെ പോയിട്ട് അവിടുന്ന് യാത്ര പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെയുള്ള ബാക്കിയുള്ള അന്തേവാസികളുടെ അടുത്തൊക്കെ അങ്ങനെ പോയി യാത്ര അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ സമയത്താണ് അമ്മക്ക് ഈ ഏഞ്ചൽ മേരിനെ അങ്ങ് ഓർമ്മ വരുന്നത്. അപ്പോൾ ഏഞ്ചൽ മേരിക്ക് ഇവളെ അങ്ങ് കാണിച്ചു കൊടുത്തിട്ടില്ലല്ലോ എന്നുള്ളൊരു ചിന്ത അമ്മക്ക് പെട്ടെന്ന് അങ്ങ് വരികയാണ്. അപ്പം പെട്ടെന്ന് തന്നെ ഏഞ്ചൽ മേരിയുടെ അടുത്തേക്ക് പോയിട്ട് അവളെ അങ്ങ് വിളിക്കുന്നുണ്ട്. എന്നിട്ട് ഏഞ്ചലെ, ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു എനിക്കൊരു മകളുണ്ടെന്ന്, അവളിപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്, നീ കണ്ടിട്ടില്ലല്ലോ, ഞാൻ കാണിച്ചു തരാം വാ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ശ്യാമയെ അങ്ങ് വിളിക്കുകയാണ്. അപ്പോൾ ശ്യാമ അതാ ഞാൻ വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ ഇവളുടെ കൂടെ അങ്ങ് പുറത്തേക്ക് വരുന്ന സമയത്ത് എന്തായാലും രാധിക അവിടെ നിന്ന് അങ്ങ് പോകാൻ വേണ്ടി കാറിൽ അങ്ങ് കയറുന്ന സമയത്താണ്, ഈ കാറിൽ കയറി കഴിഞ്ഞതിന് ശേഷമാണ് ഈ ശ്യാമനെയും കൊണ്ട് ഈ ഒരു അമ്മ അങ്ങ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ കാണുന്നത് തന്നെ ഇവൾ കാറിൽ കയറി പോകുന്നതാണ്. അപ്പോൾ തന്നെ ഇവൾക്ക് ഭയങ്കരമായിട്ട് അങ്ങ് സങ്കടം വരികയാണ്, കാരണം ഏഞ്ചലിനെ കാണിച്ചു കൊടുത്തില്ലല്ലോ എന്നുള്ളൊരു ദുഃഖം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇവർ ശങ്കർജിയുടെ അടുത്ത് പോയിട്ട് അതോ ഇവൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഏഞ്ചലിനെ അവൾ കണ്ടില്ലല്ലോ, അത് ഞാൻ കാണിച്ചു കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നപ്പോഴേക്കും അവൻ പോയി എന്നുള്ള കാര്യം എന്തായാലും ഇവരങ്ങ് പറയുന്ന സമയത്ത് ഈ ശങ്കർജി പറയുന്നുണ്ട്, അതിനെന്തിനാ ഇത്ര ടെൻഷന്, അവൾ ഇനിയും വരാം എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ പോയത്, അതുകൊണ്ട് അടുത്ത പ്രാവശ്യം അവൾ വരുമ്പോൾ നമുക്ക് അപ്പം കാണിച്ചു കൊടുക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ അമ്മ ഭയങ്കര നിരാശനായിട്ട് നിൽക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ശ്യാമയെ അങ്ങനെ ദൂരേക്ക് നോക്കി അങ്ങനെ നിൽക്കുന്നൊക്കെ ഉണ്ട്. എന്തായാലും എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഓക്കെ, നാളെ കാണാൻ, ബൈ ആൾ.